എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. VHSE ബയോളജിയുടെ സുവോളജി പാർട്ടിന്റെ റാപ്പിഡ് റിവിഷൻ വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത്. സുവോളജി പാർട്ടിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഇമ്മ്യൂണോളജിയാണ്. ഇമ്മ്യൂണോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ബേസിക് സ്ട്രക്ചർ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുക. അതിനുശേഷം പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. 5 ടൈപ്സ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് വരുന്നത്. IgA, IgD, IgE, IgM ആൻഡ് IgG. ഇവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. IgA യൂഷ്വലി ചോദിച്ച് കാണുന്നത് IgA എവിടെയാണ് കാണുന്നത്? IgA പ്രധാനമായിട്ട് കാണുന്നത് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ കൊളസ്ട്രം. IgD it is found in the surface of B cell. IgE it is seen in allergic reaction. IgM is highly efficient in activating classical complement pathway. IgG it can cross the placental barrier. So ഈ പോയിന്റ്സ് നന്നായിട്ട് തന്നെ പഠിക്കുക. then ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു MCQ ഡിസ്കസ് ചെയ്യാം. Immunoglobulin that result in histamine releases. ഇവിടെ 4 ഇമ്മ്യൂണോഗ്ലോബുലിൻ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്റമിൻ റിലീസ് എന്ന് പറഞ്ഞാൽ അത് അലർജിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിസ്റ്റമിൻ റിലീസ് വരുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. IgE ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇമ്മ്യൂണോളജിയിൽ ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് MHC. MHC 1 and 2 പ്രസന്റ് ആണ്. അപ്പൊ സാധാരണ രീതിയിൽ ചോദിച്ച് കാണുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. MHC1 it binds to the receptor of CD8+ of cytotoxic T cell. ഈ പോയിന്റ് വെച്ചിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. MHC2 ആണെങ്കിലോ it binds to the receptor of CD4+ of helper T cell. അപ്പൊ T cell വ്യത്യാസമുണ്ട്. MHC1 ബൈൻഡ് ചെയ്യുന്നത് സൈറ്റോടോക്സിക് T cellന്റെ CD8+ലേക്കാണ്. റിസപ്റ്റർ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ MHC2 ബൈൻഡ് ചെയ്യുന്നത് റിസപ്റ്റർ ഓഫ് CD4+ ഓഫ് ഹെൽപ്പർ T cell. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു MCQ ഡിസ്കസ് ചെയ്യാം. CD4+ helper T cell binds to processed antigen when expressed in association with. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ക്ലാസ് 1 MHC, ക്ലാസ് 2 MHC, both A and B. അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് സൈറ്റോകൈൻസ്. ഇവിടെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ക്ലാസ് 2 MHC. ബിക്കോസ് അവിടെ CD4+ helper T cell എന്ന് പറഞ്ഞിട്ടുണ്ട്. And that binds to the process antigen when expressed in association with. The right answer is class 2 MHC. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് CD4 അവിടെ CD8+ and instead of helper T cell അവിടെ സൈറ്റോടോക്സിക് T cell ആയിരുന്നെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് എന്താകുമായിരുന്നു? ക്ലാസ് 1 MHC will be the right answer. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഗ്യാസ്ട്രിക് സെക്രീഷൻ. സ്റ്റമക്കിലുള്ള ചീഫ് സെൽസ് സെക്രേറ്റ് ചെയ്യുന്നതാണ് പെപ്സിനോജൻ. പെപ്സിനോജന്റെ പ്രത്യേകത അത് ഇനാക്റ്റീവ് ഫോം ആണ്. അടുത്തത് പെരൈറ്റൽ സെൽ ആണ്. പെരൈറ്റൽ സെൽ സെക്രേറ്റ് ചെയ്യുന്നത് HCl ഉണ്ട്, ഓൾസോ ഇൻട്രിൻസിക് ഫാക്ടർ. സോ പെപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്, അതിന്റെ ആക്റ്റീവ് ഫോം ആണ് പെപ്സിൻ. പെപ്സിനോജനെ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? പെരൈറ്റൽ സെൽ സെക്രീറ്റ് ചെയ്യുന്ന HCl ആണ്. ഇനി അടുത്തത് പാൻക്രിയാറ്റിക് ജ്യൂസ് എൻസൈം. പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്ന ഇമ്പോർട്ടന്റ് എൻസൈംസ് ആദ്യത്തേത് ഏതാണ്? പാൻക്രിയാറ്റിക് ആൽഫ അമൈലേസ്. ആൽഫ അമൈലേസിന്റെ ഫംഗ്ഷൻ ഇറ്റ് ഡൈജസ്റ്റ് ദി സ്റ്റാർച്ച് ടു മാൽട്ടോസ്. സ്റ്റാർച്ചിനെ മാൽട്ടോസ് ആക്കി മാറ്റുന്നു. The next one, pancreatic lipase. It hydrolyzes neutral fat into glycerol esters and fatty acid. ഇനി അടുത്തത് ട്രിപ്സിനോജൻ ആണ്. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ഫോം ആണ്. അതിന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ട്രിപ്സിൻ ആണ്. സോ ട്രിപ്സിനോജൻ ഈസ് ഇനാക്റ്റീവ് ഫോം ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ആക്റ്റീവ് ട്രിപ്സിൻ by enterokinase secreted by duodenal mucosa. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു MCQ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസ്ട്രിക് സെൽ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ഇൻ എറിത്രോപോയിസസ്? സോ എറിത്രോപോയിസസ് മീൻസ് ബ്ലഡ് സെൽ ഫോർമേഷനെയാണ് എറിത്രോപോയിസസ് എന്ന് പറയുന്നത്. RBCs ഫോം ചെയ്യുന്ന പ്രോസസ്. സോ എറിത്രോപോയിസസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് സെൽ ഏതാണ്? അതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഗോബ്ലെറ്റ് സെൽ, മ്യൂക്കസ് സെൽ, ചീഫ് സെൽ, and finally the parietal cell. Here the right answer is parietal cell. കാരണം എറിത്രോപോയിസസിന് വൈറ്റമിൻ B12 വളരെ അത്യാവശ്യമാണ്. സോ വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് parietal cells ആണ്. parietal cells സെക്രീറ്റ് ചെയ്യുന്ന ഇൻട്രിൻസിക് ഫാക്ടർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ parietal cells കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ്. എന്താണ് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്? These amino acids serve as precursors of gluconeogenesis for glucose formation. Ketogenic amino acid ആണെങ്കിലോ these amino acids break down to form ketone bodies. So amino acidനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ്. നമുക്കിവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾസ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ് ഉണ്ട്. രണ്ട് കാറ്റഗറിയിലും വരുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. ടൈറോസിൻ, ഐസോലൂസിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ. അതെല്ലാം ഗ്ലൂക്കോജനിക്കുമാണ്, കീറ്റോജനിക്കുമാണ്. ഇനി അടുത്ത കാറ്റഗറി കീറ്റോജനിക് അമിനോ ആസിഡ് മാത്രമായിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്. ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ലൂസിനും ലൈസീനുമാണ് കീറ്റോജനിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ടോപ്പിക് ആണെങ്കിൽ പോലും MCQ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് അമിനോ ആസിഡ്സ് ആർ എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക്? അത് കീറ്റോജനിക് മാത്രമായിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? ഓപ്ഷൻസ്: ടൈറോസിൻ, ലൈസിൻ, മെത്തിയോണിൻ, and finally glycine. Here the right answer is option B. Lysine is the right answer. നെക്സ്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്നാണ്. ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗാസ്ട്രുലേഷൻ. സോ ഗാസ്ട്രുലേഷൻ മാത്രമല്ല, ക്ലീവേജ് ടൈപ്സും ബ്ലാസ്റ്റുല ടൈപ്സും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ ഗാസ്ട്രുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റുലയുടെ ഡിഫറെന്റ് ഓർഗൻ ഫോമിംഗ് ഏരിയാസ് റീഅറേഞ്ച് ചെയ്ത്, അതായത് മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് എല്ലാം നടത്തി ഒരു 3 ലെയർ സ്ട്രക്ചർ ഫോം ചെയ്യാണ്. ദാറ്റ് ഈസ് എക്ടോഡോം, എൻഡോഡോം ആൻഡ് മീസോഡോം. അതിനെയാണ് ഗാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. ഗാസ്ട്രുലേഷൻ ഡിഫറെന്റ് ടൈപ്സിലുണ്ട്. ഇൻവാജിനേഷൻ, ഇൻവൊല്യൂഷൻ, ഇൻഗ്രഷൻ, ഡീലാമിനേഷൻ, എപ്പിബോളി. ഈ ഡയഗ്രാമിലെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇൻവാജിനേഷൻ ഇസ് ദ ഇൻഫോൾഡിംഗ് ഓഫ് സെൽ ഷീറ്റ് ഇൻ ടു ദി എംബ്രിയോ. Involution means it is the interning of cell sheet over the basal layer of an outer layer. ഇവിടെ ഡയഗ്രാമിൽ അത് കാണിച്ചിട്ടുണ്ട്. interning of cell sheet over the basal layer of an outer layer. അടുത്തത് ingression ആണ്. It is a migration of individual cells into the embryo. ഇതിന്റെ ഡയഗ്രാമിൽ തന്നെ വ്യക്തമാണ്, individual cell is migrating. Delamination, it is the splitting of one sheet into two. Epiboly, it is the expansion of one cell sheet over the other cells. അപ്പോൾ അതിനെല്ലാം എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഗാസ്ട്രുലേഷൻ. നമുക്ക് ഇനി അടുത്തത് MCQ ഡിസ്കസ് ചെയ്യാം. The type of gastrulation that result in migration of individual cells into the embryo. ഓപ്ഷൻസിലെല്ലാം ടൈപ്സ് ഓഫ് ഗാസ്ട്രുല കൊടുത്തിട്ടുണ്ട്. സോ ഇൻഡിവിജ്വൽ സെൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഏതാണ്? The right answer is option C. Ingression is the right answer. Option C is the right answer. നെക്സ്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് മോളിക്കുലാർ ബയോളജിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. DNA റെപ്ലിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് പ്രൈമേസ് ആണ്. DNA റെപ്ലിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രൈമർ ആവശ്യമുണ്ട്. സോ പ്രൈമറിനെ ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് പ്രൈമേസ്.
അടുത്തത് ഹെലിക്കേസ് ആണ്. ഹെലിക്കേസിന്റെ ഫംഗ്ഷൻ ഇറ്റ് അൺബൈൻഡ്സ് ഡബിൾ സ്ട്രാൻഡഡ് DNA ടു സിംഗിൾ സ്ട്രാൻഡഡ്. DNA ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ റെപ്ലിക്കേഷൻ നടക്കില്ലല്ലോ. ഡബിൾ സ്ട്രാൻഡഡ് സിംഗിൾ സ്ട്രാൻഡഡ് ആവണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന അൺബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് ഹെലിക്കേസ്. ഇനി അടുത്തതാണ് DNA പോളിമറൈസ് 3. DNA പോളിമറൈസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈം DNA polymerase 3 ആണ്, and it is the main enzyme that helps in synthesizing doctor strand. Next is topoisomerase. It removes the supercoil. അടുത്തത് SSB ആണ്, single stranded binding protein. It binds with single stranded DNA. And finally ligase. Ligaseന്റെ function it helps in the joining of nicked DNA. DNA replication ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈംസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇനി അടുത്തത് MCQ ഡിസ്കസ് ചെയ്യാം. ഡ്യൂറിംഗ് DNA replication, events at the replication fork require different types of enzymes having specialized functions except DNA replication ആവശ്യമില്ലാത്ത എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് DNA polymerase 3, DNA gyrase, DNA ligase, and finally DNA glycosylase. ഇവിടെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, DNA glycosylase. അത് റിപ്പയറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. DNA gyrase എന്ന് പറഞ്ഞാൽ അത് ടോപ്പോഐസോമറേസ് തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ടോപ്പിക് എക്കോളജിക്കൽ റൂൾസ് ആണ്. 4 റൂൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അലൻസ് റൂൾ, ഗ്ലോജേഴ്സ് റൂൾ, ബർഗ്മാൻസ് റൂൾ ആൻഡ് ജോർദാൻസ് റൂൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 റൂൾസ് ആണ്. അലൻസ് റൂൾ പറയുന്നത് ബോഡി എക്സ്ട്രിമിറ്റീസ് ഓഫ് an animal like limbs, ears and other appendages that is living in cold climates tend to be shorter than in animals of the same species living in warm climates. ഇവിടെ പറയുന്നത് ചില ആനിമൽസിന്റെ ബോഡി എക്സ്ട്രിമിറ്റീസ്, അതായത് കോൾഡ് ക്ലൈമറ്റ്സിൽ താമസിക്കുന്ന ആനിമൽസിന്റെ ബോഡി എക്സ്ട്രിമിറ്റീസ് it will be shorter than in animals of same species living in warmer climates. അടുത്ത റൂള് ഗ്ലോജേഴ്സ് റൂൾ ആണ്. It states that within a species of endotherms, more heavily pigmented forms tend to be found in more humid environments. Example near the equator. So endothermsല് ഹെവിലി പിഗ്മെന്റഡ് ഫോംസ് കൂടുതലായിട്ട് കാണുന്നത് ഇക്വേറ്റർ ഭാഗത്തായിരിക്കും. ദാറ്റ് ഈസ് ഇൻ മോർ ഹ്യൂമിഡ് എൻവയോൺമെന്റ്. ബർഗ്മാൻസ് റൂൾ. Bergman's rule states that organisms at higher latitude should be larger and thicker than those closer to equator to better conserve the heat. Bergman's rule പറയുന്നത് higher latitudeലുള്ള organisms they will be larger and thicker than those closer to the equator. So higher latitudeലുള്ള animals കുറച്ചും കൂടി larger ആയിരിക്കും, thicker ആയിരിക്കും than those closer to the equator. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Finally, the Jordan's rule it states that the number of vertebrae in fishes increase with the latitude. The rule that fishes in areas of lower temperature tend to have more vertebrae than those in warmer waters. ലോ ടെമ്പറേച്ചറിൽ താമസിക്കുന്ന ഫിഷസിന് അവരുടെ വെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും ദാൻ ദോസ് ഇൻ വാർമർ വാട്ടേഴ്സ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ആനിമൽസ് ഓഫ് കോൾഡ് കൺട്രീസ് ഹാവ് റിലേറ്റീവ്ലി ഷോർട്ടർ ആൻഡ് പുവർലി ഡെവലപ്ഡ് ഇയേഴ്സ്, ഐസ്, ഹെയർസ് ആൻഡ് അതർ ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ്. ദിസ് ഈസ് നോൺ ബൈ വിച്ച് ലോ? ബോഡി എക്സ്ട്രിമിറ്റീസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. കോൾഡ് കൺട്രീസിൽ ഉള്ള ആനിമൽസിന്റെ ഇയേഴ്സും ഐസും എല്ലാം പുവർലി ഡെവലപ്ഡ് ആണ്. എന്ത് ലോ ആണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അലൻസ് റൂൾ ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് ബയോടെക്നോളജിയിൽ നിന്നാണ്. ദാറ്റ് ഈസ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PCR ടെക്നിക്ക് it is used to create several copies of certain DNA segment. അതായത് DNA ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് PCR യൂസ് ചെയ്യുന്നത്. DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്.
PCR 3 സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് ഇലോങ്ങേഷൻ. ഡീനാച്ചുറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ the reaction mixture it is heated to 94 degrees Celsius. Double stranded is converted to single stranded. ഇപ്പൊ ഡീനാച്ചുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ 94 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡബിൾ സ്ട്രാൻഡഡ് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറ്റണം. ഇനി അടുത്ത സ്റ്റെപ്പ് അനീലിംഗ് ആണ്. അനീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 94 ഡിഗ്രി സെൽഷ്യസ് എന്ന ടെമ്പറേച്ചർ ഇറ്റ് ഷുഡ് ബി ലോവേർഡ് ടു 54 to 60 ഡിഗ്രി സെൽഷ്യസ്. The primers bind to their complementary sequences on the template DNA. So annealing ചെയ്യുന്നത് primer add ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A forward and reverse primer is added and they serve as starting point for the DNA synthesis. അടുത്തത് elongation ആണ്. Elongation വേണ്ടിയിട്ട് temperature it is raised to 72 to 80 degrees Celsius. The bases are added to 3' end of primer by the enzyme Taq polymerase. And this elongate the DNA in the 5' to 3' direction. So elongation വേണ്ടിയിട്ട് temperature വീണ്ടും raise ചെയ്യണം 72 to 80 degrees Celsius. Elongation നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമൽ എൻസൈം അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് ഇലോങ്ങേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാക് പോളിമറൈസ് എൻസൈം ആണ് അവിടെ ഇലോങ്ങേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു PCR-ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് ഇലോങ്ങേഷൻ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇനി അടുത്തത് MCQ ഡിസ്കസ് ചെയ്യാം. പോളിമറൈസ് യൂസ്ഡ് ഫോർ ദ PCR ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. സോ PCR-ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമറൈസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അത് ഏതാണ്? ടാക് പോളിമറൈസ് എൻസൈം ആണ്. ഈ എൻസൈം എക്സ്ട്രാക്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. The right answer is option B, Thermus aquaticus. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ടാക് എന്ന് വന്നിരിക്കുന്നത്. Thermus aquaticus is the right answer. So at last we are discussing genetics. Geneticsലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. അതിൽ ആദ്യത്തേത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോമിൽ 21st ക്രോമസോം ട്രൈസോമി കണ്ടീഷൻ ആയിരിക്കും. സോ ക്രോമസോം നമ്പർ മാത്രമല്ല ഇവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഡ്വേർഡ് സിൻഡ്രോം ഇറ്റ്സ് എ ട്രൈസോമി അറ്റ് 18th ക്രോമസോം. പെറ്റാവ് സിൻഡ്രോം ട്രൈസോമി അറ്റ് 13th ക്രോമസോം. ക്രിഡു-ചാറ്റ് സിൻഡ്രോം ഇറ്റ്സ് എ ഡിലീഷൻ ഓഫ് ഷോർട്ട് ആം ഓഫ് ക്രോമസോം നമ്പർ 5. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം XX5 മെയിൽസ് ആയിരിക്കും. അവരുടെ ക്രോമസോം കണ്ടീഷൻ നോക്കുക. XX5 അഡീഷണൽ ആയിട്ട് ഒരു X ക്രോമസോം അഡീഷണൽ ആയിട്ടുണ്ടാവും. ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോത്തിൽ ഒരു X മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരു ഫീമെയിൽസ് ആയിരിക്കും, പക്ഷെ ഒരു X മാത്രമേ ഉണ്ടാവുള്ളൂ. ജേക്കബ് സിൻഡ്രോം ഇറ്റ് ഈസ് XYY സിൻഡ്രോം. ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സിൻഡ്രോംസിൽ വരുന്നത്. നന്നായിട്ട് പഠിക്കുക, അവരുടെ ഫീച്ചേഴ്സും കൂടി പഠിക്കുക. അടുത്തൊരു MCQ ഡിസ്കസ് ചെയ്യാം. എ ക്രോമസോമൽ അബ്നോർമാലിറ്റി ദാറ്റ് കോസസ് എ വുമൺ ടു ബി അൺയൂഷ്വലി ഷോർട്ട് ഇൻ സ്റ്റേച്ചർ, ടു ഹാവ് എ വെബ്ഡ് നെക്ക് and to generally lack feminine secondary sexual characteristics is. ഇവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നത് XYY സിൻഡ്രോം, അതായത് ജേക്കബ് സിൻഡ്രോം. ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് XXX സിൻഡ്രോം. ഓപ്ഷൻ സി ടേണർ സിൻഡ്രോം ആൻഡ് ഓപ്ഷൻ ഡി ഡൗൺ സിൻഡ്രോം. Here the right answer is option C. Turner syndrome is the right answer.